നമ്മൾ ഇന്നലെ ഷിരഡിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബാംഗ്ലൂർ ഹോൾട്ട് അടിക്കണമെന്നാണ് വിചാരിച്ചത്, ഷിരഡി കേരള യാത്രയിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് എത്താൻ പറ്റിയില്ല. കാരണം നമ്മൾ ഹൊസാപ്പേട്ട എത്തിയപ്പോഴേക്കും നമ്മളാകെ കുറച്ച് ടയേർഡായി. ഒരു 6 ആയിരുന്നു ഹൊസാപ്പേട്ട എത്തിയപ്പോഴേക്കും. ഒരു 4 ആയപ്പോൾ എടുത്തതാണ് വണ്ടി ഷിരഡിയിൽ നിന്ന്. അപ്പോൾ ഹൊസാപ്പേട്ടിൽ നമുക്ക് ഇവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഹൊസാപ്പേട്ടിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ പേര് ഹോട്ടൽ മയൂര. ഹോട്ടൽ മയൂര. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് പോന്നു. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ 2900 രൂപയാണ് ഇവിടെ നമുക്ക് റൂമിന് റെൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 7 മണിക്കായപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് രാവിലെ തന്നെ ഒരു 8-9 മണിയാകുമ്പോൾ ഇറങ്ങി പോകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് അത്രയും ടൈമിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കിടന്ന് തപ്പിപ്പിടിച്ച് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വേറൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസ് അല്ല, സോറി, അത് സാധാരണ ഒരു കല്യാണ മണ്ഡപവും അതിൻ്റെ ഒപ്പം തന്നെ ലോഡ്ജിങ് പോലെയൊക്കെ നടത്തുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഞാനത് കണ്ടിരുന്നില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലിങ്ങനെ നിൽക്കായിരുന്നു. ആ സമയമായി, ഫാമിലി ഉണ്ട് കൂടെ, കുഞ്ഞു കൊച്ചുണ്ട്, നമുക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫാമിലിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം വന്നിവിടെ തൊട്ടടുത്തുള്ള കടയിൽ ചോദിച്ചപ്പോൾ ഈ കടയിലത്തെ പയ്യൻ, ഈ കടയിലല്ല, ഇത് കടയിൽ, ഈ കടയിലെ പയ്യൻ, ഇപ്പോൾ കടയിൽ പയ്യനില്ല, എൻ്റെ അമ്മയും തോന്നുന്നുണ്ട്. കടയിലെ പയ്യൻ നമുക്ക് വേഗം ഒരു ഫോൺ കോൾ ചെയ്ത് പുള്ളി ഏതോ തൊട്ടടുത്ത് ഇവിടെ സ്ഥലമുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാൽ നമുക്ക് അവിടെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഒന്ന് പോയി നോക്കിക്കോളാൻ പറഞ്ഞു. ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തന്ന സ്ഥലമാണ് ഈ നേരെ കാണുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയം മാത്രമല്ല, ലോഡ്ജിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് സംഭവം. എന്തായാലും തെണ്ടിപ്പോയേനെ. കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഇവിടെ വന്നിട്ട് സ്ഥലം കിട്ടാതെ നൈറ്റ് കിടക്കാൻ സ്ഥലം, നമ്മൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉദിക്കുന്നില്ല. നമ്മളൊരു പ്രീ ബുക്ക്ഡോ അല്ല, നമുക്ക് ബാംഗ്ലൂർ ഓൾറെഡി നമുക്ക് താമസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് എത്തിപ്പെടാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു. ബാംഗ്ലൂർ ഹോൾട്ട് അടിച്ചിട്ട് പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പോകാമെന്നായിരുന്നു വിചാരിച്ചായിരുന്നത്. പക്ഷേ ബാംഗ്ലൂർ എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. കാരണം അപ്പോഴേക്കും ടയർഡായപ്പോൾ നമ്മൾ ഹൊസാപ്പേട്ട് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കാരണം നമ്മളിവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യുക, നമുക്കിവിടെ താമസിക്കാനുള്ള സ്ഥലം നോക്കി വയ്ക്കുക ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഭയങ്കര ഹറിബറിയായി. അപ്പോൾ നമുക്കറിയാമല്ലോ, ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇതാണ് MS തിരുമല എന്ന് പറയുന്ന ഇതാണ്. മാരേജ് ഫങ്ഷൻ, ബർത്ത്ഡേ ഫങ്ഷൻ, പിന്നെന്താ ഈവൻറ്റ്സ്, കൾച്ചറൽ പ്രോഗ്രാംസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്ന നടത്തുന്ന സ്ഥലമാണ്. അവിടെ അക്കോമഡേഷനും അവൈലബിൾ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പയ്യനെ കണ്ടു കിട്ടിയത് ഭാഗ്യമായിരുന്നു. നമുക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ റൂം പറഞ്ഞാൽ അവൈലബിൾ ആണ്, എപ്പോഴാണ് പോകാമെന്ന് ചോദിച്ചു. കാരണം ഇന്ന് ഇവിടെ കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുൻപ് ചെക്കൗട്ട് നടത്തേണ്ടി വരും എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് കുഴപ്പമൊന്നുമില്ല, ഇതാണ് കാണണേ, കണ്ട MS തിരുമലൈ, ഈ ഓഡിറ്റോറിയമാണ്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ രാവിലെ തന്നെ പോയിക്കോളാം. നമുക്കൊരു നൈറ്റ് ജസ്റ്റ് റെസ്റ്റ് എടുക്കണം, മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നു, നമ്മളിവിടെ വന്നു, ഇവിടെ സ്റ്റേ ചെയ്തു, ഇവിടെ റൂം എടുത്തു. റൂം ആദ്യം കാണിച്ചു തന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സംസാരിച്ചപ്പോൾ നമുക്ക് അവർക്ക് 1200 രൂപയ്ക്കാണ് നമുക്ക് റൂം എടുത്ത് തന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന റിസപ്ഷനാണ്. ഈ കാണുന്നത് മുഴുവൻ ലോഡ്ജിങ് ആണ്. ഈ കാണുന്നത്
ഈ കാണുന്നത് ഫുള്ളും ലോഡ്ജിങ് ആണ്. ഒരു സായിപ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ ഡാർക്കായിട്ട് തോന്നും. അവർ അതിൻ്റെ സ്വിച്ച് അവർക്കറിയുള്ളൂ. റിസപ്ഷനിൽ പുള്ളി വന്നിട്ടില്ല. റൂം ഞാൻ കാണിച്ചിട്ടും നേരെ പോയിട്ട് ലെഫ്റ്റ് പോയിട്ട് റൈറ്റാണ് നമ്മുടെ റൂം വരുന്നത്. ഇത് ഇവിടുത്തെ ഓഡിറ്റോറിയമാണ്. ഇന്നെന്തോ ഫങ്ഷൻ, കല്യാണ ഫങ്ഷൻ നടക്കുന്നുണ്ട്. കല്യാണ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ആൾ റിസപ്ഷനിൽ പുള്ളി എത്തിയിട്ടില്ല. കാരണം ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ലൈറ്റ് ഇപ്പോൾ ഇടില്ലായിരിക്കും, പക്ഷേ നമ്മൾ നടക്കുന്ന പാത്തിൽ ലൈറ്റൊന്നുമില്ല. ഇതാണ്. എന്തു തന്നെയാലും ഈ സംഭവം സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു എമർജൻസി ഹോൾട്ടൊക്കെ വരാണെങ്കിൽ ഇവിടെ ഹൊസാപ്പേട്ട് റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് റെൻറ്റ് വളരെ കൂടുതലാണ് ഹോട്ടൽസിനൊക്കെ. അപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ എമർജൻസിയിലൊക്കെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഫാമിലിയായിട്ട് നമുക്ക് വന്ന് താമസിക്കാനൊക്കെ പറ്റും. നമുക്ക് പെട്ടെന്നൊരു വലിയൊരു ഹോട്ടലിൻ്റെ ആഷ് പുഷ് സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ഒരു ലോഡ്ജിങ് സംവിധാനം പോലെയൊക്കെയാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇത് കുഴപ്പമില്ല. കിങ് സൈസാണ് ബെഡ് വരുന്നത്. ബാത്റൂം നല്ല നീറ്റാണ്. നമ്മുടെ എമർജൻസിക്കായിട്ട് വന്നപ്പോൾ ചിലപ്പോൾ ഞാൻ 1200 രൂപ മേടിച്ചാണെന്ന് അറിയാമല്ലോ. പിന്നെ പൈസ കുറവില്ല കിട്ടാൻ സാധ്യതയുണ്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയായിരുന്നു? പനിയാരം, ഇഡ്ഡലി, പൂരി സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ ചീപ്പായിരുന്നു. ഞാനും വൈഫും കൊച്ചും ഭക്ഷണം കൂടെ കഴിച്ചിട്ട് ചായ, ഇഡ്ഡലിയും പനിയാരം, വടയും എല്ലാം കൂടെ കഴിച്ച് ആകെ 105 രൂപയായുള്ളൂ. നല്ല ഔട്ട്ഡോറാണ് ഉണ്ടാക്കുന്നതൊക്കെ. നീറ്റാണ്, നല്ല ഭക്ഷണമാണ് കേട്ടോ. നീറ്റായിട്ടുള്ള ഭക്ഷണമാണ്. 2 അക്കന്മാരും തമിഴ് അറിയാം അവർക്ക്. ഇവിടുത്തെ ഈ ചേച്ചിമാരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. കർണാടകയാണ്. തമിഴ് അറിയാം അവർക്ക്. ഇതാണ് അവർ ഞാൻ ഉണ്ടാക്കി തരുന്ന വട. ഉഴുന്നുവടയൊക്കെ സൂപ്പർ വടയായിരുന്നു. ഉഴുന്നുവട, എൻ്റെ കൂടെ ചമ്മന്തി, പനിയാരം ഇവിടെ താഴ്ത്തി ചേട്ടൻ പനിയാരം ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതുവഴി പോകുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ബാംഗ്ലൂർ പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ ഗസ്റ്റ് ഹൗസ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, മയൂര ഗസ്റ്റ് ഹൗസിൻ്റെ റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ടിൽ നിന്ന് ഒരു 100-200 മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമെത്തി. KV സ്കൂൾ. KV സ്കൂളുണ്ട് ഇവിടെ. ഈ കേന്ദ്ര വിദ്യാലയ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല നീറ്റായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചീപ്പ് റേറ്റാണ്. നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറി. ഇന്നലെ നൈറ്റ് കണ്ട വിൻ പവർ, 4 വിൻ പവർ. ഈ വിൻ പവർ നൈറ്റ് കാണാൻ നല്ല രസമായിട്ടാണ്. നമ്മുടെ ഫ്ലൈറ്റിൽ ലൈറ്റ് കത്തുന്ന പോലെ ഈ എല്ലാത്തിൻ്റെയും മുകളിൽ വൈറ്റ് കളറിൽ ബൾബ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഒരുപോലെ ഒരേ സമയത്ത് ബ്ലിങ്ക് ചെയ്യുന്നത്. എങ്ങനെയാണോ ഒരേ സമയത്ത് 4 കറക്റ്റ് ടൈമിൽ ബ്ലിങ്ക് ചെയ്യും. നൈറ്റ് നല്ല രസമാണ് കാണാൻ. അതെന്തിട്ടാണോ കാണുന്നത്? എൻ്റെ മുകളിൽ മറ്റേ ഹെലിപാഡ് പോലെ എന്തോ മുകളിൽ സംവിധാനമുണ്ട്. അപ്പുറത്താണ്
നല്ല ഓർമ്മശക്തിയുള്ള ജിജമാത നഗർ തുൾജാപൂർ മൊത്തം തുവരപ്പയർ കൃഷി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ വിജയപുര കഴിഞ്ഞ് ഒരു 10-15 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ തൂരപ്പരിപ്പാണ് കേട്ടോ ഈ ചേട്ടൻ കിടന്ന് കാണിക്കുന്നത്. ഉണക്കാനിട്ടിരിക്കുന്നതാണ്. ഫുള്ള് തൂരപ്പരിപ്പാണ്. മെഷീനിലെ ചെടിയടക്കം കൊണ്ടിട്ടിട്ട് അതിന് വീഴുന്നതാണ്. കരട് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കരടും കളയും, ഒപ്പം തന്നെ പൊളിയാത്ത സംഭവങ്ങൾ പൊളിക്കും ചെയ്യും. गाँव केरला वाला शिरडी से आया अभी। हाँ ये देखने वाले केरला रिटर्न करना है, अभी केरला जाना है। गाड़ी उधर है। ഇതാണ് തൂരപ്പരിപ്പിൻ്റെ പരിപാടി. തൂരപ്പരിപ്പിൻ്റെ ചെടി കടയോടെ പറിച്ചിട്ട് അവരിവിടെ കൊണ്ടുവന്ന് മെഷീനിലിട്ട് അടിച്ചെടുക്കും. അടിച്ച് അതിൻ്റെ തണ്ടും ഇലയും ലീഫൊക്കെ സാധനങ്ങളൊക്കെ കളഞ്ഞ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ അതിൻ്റെ കവർ തോടൊക്കെ കുറച്ചും കൂടെ ബാലൻസ് കാണും. അത് വീണ്ടും മെഷീനിലിട്ടിട്ട് നമ്മുടെ നെല്ല് പതിര് പാറ്റുന്നത് പോലെ ചെയ്യുന്നതാണ്.